സ്വർണ്ണവില കുതിച്ചുയർന്ന് പ്രവചനങ്ങൾ അസ്ഥാനത്താക്കി മുന്നേറുകയാണ്. ഇനിയും വില കൂടുമെന്ന് നിരീക്ഷിക്കുന്നവരുണ്ട്. അതല്ല, ഇനി കുറയാനാണ് സാധ്യത എന്ന് പറയുന്നവരുമുണ്ട്. എങ്കിലും പുതിയ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ സ്വർണ്ണവിലയിൽ വൻ ഇടിവ് വരുമെന്ന് കരുതാൻ സമ്മതിക്കുന്നില്ല. വില കൂടിയ സാഹചര്യത്തിൽ സ്വർണത്തോടുള്ള ഓരോ രാജ്യങ്ങളുടെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. സമീപകാലം വരെ വൻതോതിൽ സ്വർണം വാങ്ങി സൂക്ഷിച്ചിരുന്ന തുർക്കി, സൗദി അറേബ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ മാറി ചിന്തിച്ചിട്ടുണ്ട്. അതേസമയം UAE, കുവൈത്ത്, ഇറാൻ എന്നീ രാജ്യങ്ങൾ വൻതോതിൽ വാങ്ങുകയാണെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങളിലെ സ്വർണം വാങ്ങലുകളിലും മാറ്റമുണ്ട്. UAEയിൽ സ്വർണം വാങ്ങുന്നതിന്റെ അളവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 25% കൂടിയിട്ടുണ്ട്. അതേസമയം സൗദി അറേബ്യയിൽ 19% കുറയുകയാണ് ചെയ്തത്. തുർക്കിയിൽ 55%വും ഈജിപ്തിൽ 23%വും സ്വർണം വാങ്ങുന്നതിൽ കുറവ് വന്നു. വൻതോതിൽ സ്വർണം വാങ്ങിയിരുന്ന തുർക്കിയിലും സൗദിയിലും ആവശ്യക്കാർ കുറയാൻ കാരണമുണ്ട്. സൗദി, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളിൽ ചെറിയ അളവിൽ സ്വർണം വാങ്ങുന്നവരായിരുന്നു കൂടുതൽ. ചില്ലറ വിൽപ്പനയായിരുന്നു ഇവിടെ സജീവം. എന്നാൽ UAEയിൽ മറിച്ചാണ്. UAEയിലെ നിക്ഷേപകർ സ്വർണ്ണവില കൂടുമ്പോൾ വലിയ അളവിൽ വാങ്ങി സൂക്ഷിക്കുകയാണ് ചെയ്തത്. ഇനിയും ഉയരുമെന്നും ആ വേളയിൽ ഉപകാരപ്പെടുമെന്നും കരുതിയാണിത്. അതേസമയം വില കൂടിയതോടെ സൗദിയിലെ സ്വർണം വാങ്ങൽ കുറഞ്ഞു. സ്വർണം വാങ്ങിക്കൂട്ടുന്നവരുടെ പട്ടികയിൽ ഇടം പിടിക്കാത്ത ഇറാൻ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇറാനിൽ വൻതോതിൽ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പണപ്പെരുപ്പം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രാജ്യമാണ് ഇറാൻ. ഈ വേളയിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് ഇറാനിലെ നിക്ഷേപകർ കരുതുന്നു. സ്വർണം ആഗോളതലത്തിൽ വ്യാപാരം തുടരുന്ന ലോഹമായതിനാൽ വില ഇടിയില്ലെന്നും അവർ മനസ്സിലാക്കുന്നു. ഇറാനിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണം വാങ്ങുന്നത് ഈ വർഷം 22% വർദ്ധിച്ചു. സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിലാണ് ഇറാനിലുള്ളവർ സ്വർണം വാങ്ങുന്നതെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ പശ്ചിമേഷ്യയിലെ നയരൂപീകരണ മേധാവി ആൻഡ്രൂ നെയ്ലർ പറയുന്നു. സ്വർണ്ണാഭരണത്തോടുള്ള പ്രിയം ലോകത്തെ മിക്ക രാജ്യങ്ങളിലും താഴ്ന്നിട്ടുണ്ട്. അതേസമയം സ്വർണം മറ്റു രൂപത്തിൽ വാങ്ങുന്നവർ കൂടി. സ്വർണത്തിന്റെ ആവശ്യം 78% വർദ്ധിച്ചു. അമേരിക്ക ഉയർത്തുന്ന ചുങ്കപ്പോര്, പലിശയിലെ മാറ്റം, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ആഘോഷങ്ങൾ, കറൻസികളുടെ വിനിമയ മൂല്യത്തിൽ വരുന്ന മാറ്റം, ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റം എന്നിവയെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സുരക്ഷിത നിക്ഷേപ അന്തരീക്ഷം ഉണ്ടാകുകയും പലിശ നിരക്ക് ഉയരുകയും ഡോളറും രൂപയും കരുത്തു കൂടുകയും ചെയ്താൽ സ്വർണ്ണവില കുറയാൻ വഴിയൊരുങ്ങും. എന്നാൽ ഇതെല്ലാം എളുപ്പം നടക്കുന്ന കാര്യങ്ങളല്ല. വൻ സാമ്പത്തിക പ്രതിസന്ധിയും ഉയർന്ന പണപ്പെരുപ്പവും നേരിടുന്ന ഇറാനിലും ഈ പ്രവണത കാണാം. സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുന്നവരുടെ എണ്ണം അവിടെ വർദ്ധിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 22% വർധനയാണ് ഇറാനിലുണ്ടായത്. സ്വർണത്തിന്റെ ആഗോള വ്യാപാര മൂല്യം ഇടിയില്ല എന്ന വിശ്വാസവും നിക്ഷേപകരെ ഇതിലേക്ക് ആകർഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള സ്വർണ്ണാഭരണങ്ങളുടെ ആവശ്യകത കുറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു രൂപങ്ങളിലുള്ള സ്വർണത്തിന്റെ ആവശ്യം 78% വർദ്ധിച്ചതായി വേൾഡ് ഗോൾഡ് കൗൺസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ പുതിയ സാമ്പത്തിക നയങ്ങൾ, പലിശ നിരക്കിലെ മാറ്റം, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ക്രൂഡ് ഓയിൽ വിലയിലെ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സുരക്ഷിതമായൊരു നിക്ഷേപം എന്ന നിലയിൽ സ്വർണം എന്നും പ്രസക്തമായി തുടരുമെന്ന് ഈ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വാങ്ങലിൽ കുറവ് വന്ന രാജ്യങ്ങൾ സാധാരണയായി ചെറിയ അളവിൽ സ്വർണം വാങ്ങിയിരുന്ന രാജ്യങ്ങളായ തുർക്കി, സൗദി അറേബ്യ, ഈജിപ്ത് എന്നിവിടങ്ങളിലാണ് വില വർധനവ് കാര്യമായ സ്വാധീനം ചെലുത്തിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തുർക്കിയിൽ 55%വും ഈജിപ്തിൽ 23%വും സ്വർണം വാങ്ങുന്നത് കുറഞ്ഞു. സൗദി അറേബ്യയിൽ ഇത് 19% കുറവാണ് രേഖപ്പെടുത്തിയത്. പ്രധാനമായും ആഭരണങ്ങൾ പോലുള്ള ചില്ലറ വിൽപ്പനയെ ആശ്രയിച്ചിരുന്ന ഈ രാജ്യങ്ങളിലെ സാധാരണക്കാർ ഉയർന്ന വില കാരണം വാങ്ങലുകളിൽ നിന്ന് പിന്തിരിഞ്ഞ ഈ കുറവിന് പ്രധാന കാരണം. ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി സ്വർണം വാങ്ങാൻ പലരും മടിക്കുന്നു. വില കൂടുമ്പോൾ വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങൾ മറുവശത്ത് UAE, കുവൈത്ത്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിക്ഷേപകർ വില വർധനവിനെ ഒരു അവസരമായി കാണുന്നു. UAEയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 25% വർധനയാണ് സ്വർണത്തിന്റെ ആവശ്യകതയിൽ ഉണ്ടായത്.